ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നും ഷൂട്ടിന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ ഷൂട്ട് ഡേയിൽ നമ്മൾ എന്താ ഇങ്ങനെ ഒരു ഏരിയയിൽ വന്നിട്ടാണ് നമ്മൾ രാവിലെ ഷൂട്ട് ഓടുന്നേക്കുന്നത്. രാവിലെ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ ആരുമില്ല. അത് നമ്മുടെ തന്നെ കഥ നമ്മൾ തന്നെ സ്റ്റോറി ആക്കുന്നു, നമ്മൾ തന്നെ ചിത്രീകരിക്കുന്നു, ഞങ്ങൾ തന്നെ ഷൂട്ട് ചെയ്യുന്നു, ഞങ്ങൾ തന്നെ അഭിനയിക്കുന്നു. വേറെ ആരുമില്ല കേട്ടോ. പിന്നെ ഇത് വേറെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മൂട്ടി അത് പറയുന്നതിന് വേണ്ടി നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി വന്ന എല്ലാവരും നമുക്ക് വെൽക്കം ചെയ്താലോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ കാണാൻ വേണ്ടി വന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഓക്കെ അമ്മൂട്ടി, ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇല്ല, നിങ്ങൾക്കും പറഞ്ഞുതരാം. നമ്മൾ കഴിഞ്ഞ കുറേ നാളായിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ റീൽസ് ഷോർട്സ് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ലൈഫ് സ്റ്റോറി തന്നെയാണ് നമ്മളത് സ്റ്റോറിയാക്കി അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യമൊക്കെ അഭിനയിക്കാനൊക്കെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ കോളാണോ നോക്കട്ടെ, അല്ല അതുപോലെ തന്നെ നമ്മൾ എന്നാലും സ്ക്രിപ്റ്റ് എഴുതി, കഥകൾ എഴുതി, നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ഇതുപോലത്തെ സ്ഥലത്തൊക്കെ വന്നിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ആൾക്കാർ പുറത്ത് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നമ്മൾ നോക്കി നിൽക്കും. അപ്പൊ അങ്ങനെ കുറേ കഥകൾ നമ്മൾ ഈ ഷോർട്സ് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴത്തേനും സംഭവിച്ചിട്ടുണ്ട്. ഏകദേശം 90-100 അടുക്കാനായി ഇപ്പൊ നമ്മുടെ വീഡിയോസ്. അപ്പൊ ഈ വീഡിയോസ് ഒക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ലൈഫായിട്ട് ഒരുപാട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ്. ഇനി കുറേ നാളിന് ശേഷം ഇതൊക്കെ നമുക്ക് എടുത്തു നോക്കുമ്പോഴത്തേനും ഇതൊക്കെ സംഭവിച്ചോന്നറിയാം, ചിന്തിക്കാം. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോയ്ക്കുള്ള സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു എൻഡിങ് സ്റ്റേജാണ്. ഏകദേശം ഒരു അവസാന സ്റ്റേജിലേക്കാണ് ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ വന്നിരിക്കുന്നത്. കാരണം ഇതാണ് ഇതിന്റെ ലാസ്റ്റ് സീൻ. ഇതിനപ്പുറത്തേക്ക് ഇനി എനിക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഇതിന് ശേഷം സംഭവിക്കുന്ന മീൻസ് അതല്ല, ഇത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ശേഷം നമ്മുടെ മാരേജിലേക്ക് കടന്നു. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും നാള് ഞങ്ങൾ എഫേർട്ട് എടുത്തതിന്റെ ഒക്കെ ഒരു അവസാന സ്റ്റേജ് ആണ് ഇന്നത്തെ ഒരു വ്ലോഗ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് ഈ ഒരു മീൻസ് ഇപ്പൊ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന ഈ ഒരു റീലിന് വല്ലാത്തൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് ഈ സാധനത്തിനോടാണ്. ഇതുപോലത്തെ റോഡിലൊക്കെ കൊണ്ടുപോയിട്ട് ഞാനുണ്ടല്ലോ ഇവിടെ കൊണ്ട് വരട്ടിട്ടൊക്കെ അഭിനയിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞ ഞാൻ ഇങ്ങനെ ചെയ്യാം. മൈക്ക് പിടിച്ചോ പറഞ്ഞോ, ഇനി പറഞ്ഞോ നിന്റെ സത്യകഥ. ശരിക്കും പറഞ്ഞ ഞാൻ ഇങ്ങനെയല്ല ഗൈസ്. വീട്ടിൽ ഒതുങ്ങി നിന്ന് എന്നെ ഈ പെരുവഴിയിലൂടെ നടത്തിച്ചത് ഈ ടെൻഷൻ. എടി അതുകൊണ്ടൊരു ഗുണം എന്താണ്, നമുക്ക് ഇപ്പൊ കൊറേ നാളിന് ശേഷം നമ്മൾക്ക് നമ്മുടെ കൊറേ നാള് കഴിഞ്ഞാലും നമ്മുടെ സ്റ്റോറികൾ നമുക്ക് വീണ്ടും കാണാലോ, നമ്മുടെ പിള്ളേരെ കാണിക്കാനോ. മനസ്സിലായില്ലേ? ഇതെല്ലാം കണ്ടിട്ട് പിള്ളേർക്ക് പ്രചോദനമാവോന്ന അത് വലിയൊരു കഥയാണ് കേട്ടോ. ഒരുപാട് പേർക്ക് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്യുമ്പോഴത്തേനുള്ള കഥയാണ് ഞാൻ പറയുന്നത്. ഒരുപാട് പേര് ഇൻസ്പയർ ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ കണ്ടിട്ട്. കുറെ പേര് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ അതിന്റെ ഒരു സീൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ഇവിടെ വന്ന് നിർത്തിയതാണ് കേട്ടോ. ഈ ഒരു ഏരിയ, ഈ ഒരു പൂക്കളും ഒക്കെ ഉള്ള ഏരിയ ഇനി നിന്റെ സീനാ കേട്ടോ. അപ്പൊ ഈ ഒരു ഏരിയയിൽ നമുക്ക് ആ സാധനം ഷൂട്ട് ചെയ്യാൻ പറ്റും. എന്താ വെച്ചാൽ ഇവിടെ ആൾക്കാരൊക്കെ കാണുന്നുണ്ടോ? ഇല്ല, ഇത് മതി. ഈ ഒരു സ്ഥലമാണ് നമ്മൾ അത് ചിത്രീകരിക്കാൻ വേണ്ടി പോകുന്നത്. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. സ്ക്രിപ്റ്റ് എടുത്ത് ഇതാണ് ഞങ്ങളുടെ ഷൂട്ട് ചെയ്യുന്ന രീതികളൊക്കെ കേട്ടോ. ഒരാൾക്ക് അപ്പുറത്താണെങ്കിൽ മറ്റേ ആൾക്ക് ഇപ്പുറത്തായിരിക്കും കേട്ടോ. ശരിക്കും നമ്മളൊരു ചെറിയൊരു ഡയലോഗ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് നിർത്തിയപ്പോഴത്തേന് തന്നെ എത്ര സമയമായി? 15 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. 1-2 സീൻ തീർക്കാൻ വേണ്ടിട്ടായിരുന്നു. എന്റെ പെട്ടെന്ന് കഴിഞ്ഞ നിന്റെയാണ് തോന്നക്കര പഞ്ചായത്തിൽ അരി മുഴുവൻ പെറുക്കിയെടുക്കുന്നത്. നിങ്ങൾ പറയണം കേസ് ആരഭിനയം നല്ലതെന്ന്. അങ്ങനെ ഞങ്ങൾ വ്ലോഗ് ചെയ്തതാ ഇവിടെ എത്തി കേട്ടോ. ഇതാ മരത്തിന്റെ അടിയിൽ ഒരു കുത്തനിരിക്കുന്നു. എടി പലർക്കും മറ്റേ ഇത് കിട്ടിയ ബോധോദയം ഉദിച്ചത് പല വൃക്ഷങ്ങളുടെ അടിയിലിരുന്നിട്ടാ. അതെ, ഐസക് ന്യൂട്ടനാണോ? ഐസക് ന്യൂട്ടനും വൃക്ഷത്തിന്റെ അടിയിൽ മാങ്ങ തലയിൽ വീഴാതിരിക്കാൻ ഇതാ ബോർഡുണ്ട് കേട്ടോ. ഈ മരത്തിന്റെ അടിയിൽ നിന്നാണ് ആശാൻ ഇനി കഥ എഴുതുന്നത്. അതായത് ബുദ്ധനും ബോധോദയം ഉദിച്ച ഇതുപോലെ ഒരു മരത്തിന്റെ അടിയിൽ പോയിട്ടല്ല, അതുപോലെ ഞമ്മക്കും കിട്ടിയ ഒരു മരം ഇവിടെ നിന്നാണ് നമ്മൾ സ്ക്രിപ്റ്റ് ആക്കുന്നത്. പക്ഷെ ഇവിടെ ബോധോദയം ഉദിക്കാൻ പിടിച്ചാനെ ചാടി പോകുന്നു. ആരടാ നീ? അയ്യോ, തിരിഞ്ഞു നോക്കുന്നു. പിടിക്കും മോളെ. എന്നെ നോട്ടപ്പുള്ളി വന്നിട്ട് കളിക്കാൻ നിന്നിട്ടുണ്ട്. ഇവിടെ പശുക്കളുണ്ട് കേട്ടോ. പശുക്കൾ മേയുന്നുണ്ട്. അവന്റെ മെയിൻ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മളിപ്പോ ഇരിക്കുന്ന സ്ഥലത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. നല്ല വൈബാണ്. ഈ നാട്ടിലുള്ളവർ എന്തായാലും അനുഗ്രഹീതിയർ
അയ്യോ എന്തോന്ന് ഈ പറയുന്നത്? നാട്ടിലുള്ള ഒരു ഭാഗ്യം ചെയ്തവൻ. മറ്റേത് പറഞ്ഞ അനുഗ്രഹീതർ. എന്നെ എപ്പോഴും ഓക്കുന്നയാണ് ഇവൻ പറയുന്ന നോക്ക്. അനുഗ്രഹീതിയർ. നിനക്ക് പറയാൻ പറ്റാതെ നീ എന്നെ ഈ നാട്ടിലുള്ള ഒരു ഭാഗ്യം ചെയ്തു തരാം. അതല്ല മറ്റത് പറ. അനുഗ്രഹീതർ. 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 അയ്യോ അത് വിട്. ഈ നാട്ടിലുള്ള ഭാഗ്യം ചെയ്തു തരാം. കാരണം എന്താ വെച്ചാൽ ഓപ്പോസിറ്റ് പുഴ, ഇപ്പുറത്ത് നല്ലൊരു പാടങ്ങളും, അവിടെ അങ്ങനെ അവിടെ അമ്പലമൊക്കെ ഉണ്ട്. പിന്നെ ഒരു മാവ് ഇരിക്കാനൊക്കെ. പിന്നെ മാവിന്റെ സൈഡിൽ തന്നെ ഒരു ചാലുണ്ട്. ചാല്. ഇതിന്റെ ഓപ്പോസിറ്റ് ഇതാ എന്ത് പുഴ. അങ്ങനെ അതിന്റെ ഇപ്പുറത്തൊരു വേറൊരു വേസ്റ്റ്. എന്റെ ഉപ്പ കാണുന്നുണ്ട് കേട്ടോ വ്ളോഗ്. പിന്നെ വ്ളോഗിലായതുകൊണ്ട് ഞാനത് അധികം പറയാറുണ്ട്. ഞങ്ങളെ ഇങ്ങനെയാണ് നമ്മൾ പല സ്ഥലങ്ങളും വന്നിട്ട് ഇരിക്കും. എന്നിട്ടാണ് നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെ എടുക്കാൻ പറ്റും എന്നൊക്കെ നമ്മൾ ആലോചിക്കുന്നത്. ഇനി എടുക്കാൻ പോകുന്ന ഷൂട്ട് ഏതാ ടീച്ച? ഇനി എടുക്കാൻ വേണ്ടി പോകുന്ന ഷൂട്ട് ബക്കമോ പറഞ്ഞു. നമുക്ക് നിങ്ങളും കൂടെ വാ, നിങ്ങളും കാണണം നമ്മുടെ ഈ കഷ്ടപ്പാടൊക്കെ. ഇത് നമ്മുടെ വീടിന്റെ അടുത്തുള്ള സ്ഥലം കേട്ടോ. നല്ല സ്ഥലമാ കാണുമ്പോ നമ്മുടെ വീടിന്റെ അടുത്ത്. പക്ഷെ ടീച്ചർ അവിടെ ലൈറ്റിംഗ് ഇല്ല. കുട്ടൻ ഇങ്ങോട്ട് മാറിക്കും. നമ്മുടെ നാട്ടില് ഉള്ള ഒരു സ്ഥലങ്ങളൊക്കെ ഇത് ഇപ്പൊ കെട്ടിയ ചാലാന്ന് തോന്നുന്നു കേട്ടാ. ഇങ്ങനെ വരമ്പ് അല്ല, ഇത് നേരത്തെ ഉണ്ടായിരുന്നു. നമ്മള് ബൈക്കിനൊക്കെ പോകുമ്പോഴത്തേനും കാണാൻ പറ്റും. അപ്പൊ നമുക്ക് ശരിക്കും ഞങ്ങളുടെ ലൈഫില് സേവ് ദ ഡേറ്റ് ഷൂട്ട് ചെയ്ത ഒരു സ്ഥലമുണ്ട്. പക്ഷെ അങ്ങോട്ടേക്ക് നമ്മൾ പോകുന്നില്ല. കുറച്ച് ലോങ് ഉണ്ട്. കുറച്ച് ലോങ് ഒന്നല്ല, എന്റെ വീടിന്റെ ആ സൈഡാ. അതാ ടീച്ചർ പോവാത്ത. ആ ഏരിയയിലേക്ക് പോയ ടീച്ചറോട് ഞാൻ പറയാം എന്റെ വീട്ടിലേക്ക് പോണെന്ന്. അല്ല, ഇവളുടെ വീട്ടിൽ പോകുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോ നമ്മുടെ പണിയൊന്നും തീരുമില്ല. ഇവള് അവിടെ ചടച്ചു പിടിച്ചിരിക്കും. അതങ്ങനെയാണല്ലോ. അതുകൊണ്ട് ഇവനെ സേവ് ദ ഡേറ്റിന്റെ സ്ഥലം അതുപോലെ ഏതെങ്കിലും ഏരിയ ഉണ്ടോന്ന് ചോദിച്ചിട്ട് ഇവിടെ എത്തിയതാണ് ഗൈസ്. അങ്ങനെ ഒരു ഏരിയ നമ്മള് തപ്പി പിടിച്ചു. പക്ഷെ അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. പിന്നെ അങ്ങോട്ട് തന്നെ പോണോ? അവിടെ ഇപ്പൊ നല്ല വെയിലായിരിക്കും. അതുകൊണ്ട് പിന്നെ നിന്നെ അധികം വെയിൽ അടിപ്പിക്കണ്ടെന്ന്. അയ്യോ കേറേട്ടൻ നിന്നെ അധികം വെയിൽ അടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ വന്ന് നിന്നത് കേട്ടോ. അപ്പൊ ഇവിടുത്തെ സീൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ വരമ്പിലൂടെ നടന്നു പോകുന്നു. വരമ്പിലൂടെ നടന്നു പോകുമ്പോഴത്തേനും ഞാൻ നിന്നോട് പറയാം, മുടി ഈ സ്ഥലം കൊള്ളാമല്ലേ, നമ്മള് സേവ് ദ ഡേറ്റിന് പറ്റിയ സ്ഥലമല്ലേ എന്നൊക്കെ ഞാൻ പറയുന്നു. പകുതി മുക്കാൽ ഷോട്ട് നമ്മുടെ നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടാ വന്ന് കണ്ടത്തിലെത്തി നമ്മൾ. അതെ, സേവ് ദ ഡേറ്റ്. സേവ് ദ ഡേറ്റ്. ഞങ്ങൾക്കൊരു കഥ ഞാൻ പറഞ്ഞു തരാവേ, നിങ്ങളോട് പറയണം. അതിപ്പോ പറയണോ മുടി? എന്ത് കഥയാണ്? എന്നോട് എങ്ങനെയാ? നമ്മൾ ഈ റീല് ഷൂട്ട് ചെയ്തോണ്ടിരുന്നപ്പോ സംഭവിച്ച കഥ. എന്ത്? നമ്മള് എവിടെയാ, എങ്ങനെയാ, എന്താ സംഭവം എന്നൊക്കെ പലയിടത്തുനിന്നും ചോദ്യം വരുന്നെന്ന് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതായത് സംഭവം അതിപ്പോ പറയണ്ട. വേണ്ട, അതിന് ടൈം കൊടുക്കണം നമുക്ക്. ഓക്കെ, അപ്പം നമുക്കത് കുറച്ചുകൂടെ കാലം കഴിഞ്ഞിട്ട് പറയാം. കുറച്ചു കാലമൊന്നുമല്ല, അധികം വൈകാതെ തന്നെ നമ്മൾ പറയും അല്ലേ. നമുക്ക് എന്നാ പിന്നെ കുറച്ച് നാള് കഴിഞ്ഞ് ഇനി അതുപോലത്തെ അടി കിട്ടുന്നുണ്ടോ നോക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് പറയാം. അതെ, ഇതുപോലുള്ള ഏരിയകളിലൊക്കെ നമ്മൾ വന്നിട്ട് ഷൂട്ട് ചെയ്യുമ്പോഴത്തേന് സംഭവിക്കാവുന്ന ചില കാര്യങ്ങളിൽ ഒന്നാണത് അല്ലെ അമ്മൂട്ടി? അമ്മൂട്ടി നല്ല നാച്ചുറൽ വെള്ളമാണ്. ഇത് വെള്ളം വരുന്നുണ്ടോ? ഹൈറ്റീന്നാണ് വരുന്നത്. ഈ വേനൽക്കാലത്ത് ഇതുവഴി ഇങ്ങനെ വെള്ളം പോകുമ്പോഴത്തേന് അല്ലെ, ഇത്രയും ചൂടത്ത് വന്നിട്ട് ഈ വെള്ളം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എടുത്തിട്ട് മുഖം കഴിയാനൊക്കെ തോന്നും. എന്നിട്ട് ടീച്ചർ തന്നെ മുഖം കഴിയാത്ത? ഇപ്പം വേണ്ട, മുഖത്ത് നിറച്ചും പുട്ടി ഇട്ടിട്ട് വന്നേക്കോ. പുട്ടി ഇട്ടാലേ നമുക്കൊക്കെ ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലെ നിങ്ങളെ പോലെ വലിയ ഗ്ലാമർ ഉള്ള ആൾക്കാരൊക്കെ കൂടെ ഉള്ളപ്പോ, നിങ്ങളെ പോലെ ഇവളെ പോലെയുള്ള ഗ്ലാമർ ഉള്ള ആൾക്കാരൊക്കെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പുട്ടിയൊക്കെ ഇടേണ്ടി വരും. ഇല്ലാന്ന് ഇതെല്ലാം ഒതുക്കണ്ട. ഈ 2 ഫോണും ഇതെല്ലാം വെക്കണ്ടേ? ഇവിടെ വെക്കാം അല്ലേ? എന്ത് പൊട്ടു? ഓടി അവിടുന്ന്. ഫോണല്ലേ പൊട്ടുന്നത്? എന്ത് ബോളത്തെ ഇവള് ഫോണ് അത് പൊട്ടിയിരിക്കുന്നത് സ്വാഭാവികം. ഫോണ് നിന്റെ ബുദ്ധിയെ നീ നാട്ടുകാരെയും കൂടെ പരീക്ഷിക്കും. വേണ്ട, വെറുതെ പരീക്ഷണം എടുക്കണ്ട. ഇനി എങ്ങാനും വല്ല ഇതിന് ചൂടായി വല്ല സംഭവിച്ചു കഴിഞ്ഞാൽ എന്റെ തലമേരി. മതി, വേണ്ട പറയണം. ഇല്ല വേണ്ട, വെക്കുന്നില്ല. ഓ എന്ത് ചൂടാണോ ഇത് മോനെ.
ശരിക്കും ഈ തമിഴ്നാട്ടിലുള്ളവരൊക്കെ സമ്മതിക്കണം അല്ല, അവിടുത്തെ ചൂടും കാര്യങ്ങളൊക്കെ. എന്റെ ദൈവമേ, അങ്ങനെ ഷൂട്ട് കഴിഞ്ഞു. വെയിൽ ഉച്ചസ്ഥായിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്മൂട്ടി ഇവിടെ നാഗവല്ലിയാവും. എങ്ങനെയും തീർത്തിട്ട് പോയാൽ മതി എന്നാണ്. എൻ്റെ തൊപ്പിയും മേടിച്ച് അവളും വെച്ച് ഇപ്പൊ ഞാനാണ് വിയർത്ത് കുളിച്ച് കഷ്ടപ്പെടുന്നത്. നിന്റെ ഷോട്ട് കഴിഞ്ഞില്ലേ? നമ്മൾ രണ്ടുപേരും ഒരേപോലെ. അതെ അതെ, വെയിൽ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്മുക്കുട്ടി ആകെ കലിപ്പിലാണ്. ഇങ്ങോട്ട് കയറി നമുക്ക് ഇതുവഴി പോവാം. കമോ, ഞങ്ങള് ഷൂട്ട് നീ ചാടി കിടക്കണ്ട, അതുവഴി കയറി. ഫോൺ താഴെ പോലെ വീഴല്ലേ? എന്തേ വീഴല്ലേ? വാ അമ്മേ. അങ്ങനെ ഞങ്ങള് ഇവിടുത്തെ ഈ ഏരിയയിലെ ഷൂട്ട് കഴിഞ്ഞു കേട്ടോ. ഷൂട്ട് ചെയ്യുമ്പോഴത്തേന് സംഭവം ചെയ്യുമ്പോഴത്തേന് 1 മിനിറ്റത്തെ വീഡിയോ ആണല്ലേ അമ്മൂട്ടി. പക്ഷെ അതിന്റെ ബാക്കിൽ ഒരു 1.5 പണിയാണ് കേട്ടോ. എൻ്റെ അപ്പോ ഇല്ല, അശോകന് ക്ഷീണമാവില്ല. നിനക്ക് അടുത്ത ഷോട്ടുണ്ട്. ഇവിടെ പോയിരുന്നു. അയ്യോ, ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് സാധനങ്ങളൊക്കെ പാക്ക് ആക്കുകയാണ് ഞങ്ങൾ. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ റീൽ ഷൂട്ട് കഴിഞ്ഞു കേട്ടോ. സംഭവം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ എത്രയോ സ്ഥലത്ത് പോയിട്ട് ഷൂട്ട് ചെയ്തിട്ട് പടപടയെന്ന് തീർക്കാൻ വേണ്ടി ശ്രമിച്ച് ലാസ്റ്റ് ഇതുപോലെ തീരുമ്പത്തേനൊരു സമാധാനം കിട്ടിയിട്ടില്ല. കൂടി ചില സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി പോയിട്ട് ഞങ്ങൾക്ക് തൃപ്തിയായിട്ടുണ്ടാവില്ല. ചില സാഹചര്യത്തില് വീഡിയോ എടുത്ത് വരുമ്പോഴേക്ക് സൗണ്ട് ഇല്ലാതെ ചിലപ്പോ ഒരു വീട്ടിലെത്തുമ്പോ സൗണ്ട് നോക്കുമ്പോഴേക്ക് വീണ്ടും സൗണ്ട് കൊടുക്കേണ്ടി വരുന്നു. പിന്നെ ചില ഷോട്ടുകൾ മറന്നിട്ടുണ്ടാവും. ഇന്നും ഒരു ഷോട്ട് ബാക്കി ഉണ്ട്, അത് ചെയ്യണേ. അതാ ചെയ്തു എല്ലാം ചെയ്തു. അപ്പൊ ഇങ്ങനെ സംഭവിക്കും. എന്നിട്ട് അവിടെ ചെന്നിട്ട് എഡിറ്റ് ചെയ്യുന്ന നേരത്ത് അതിന് വേറെ രീതിയിൽ വീണ്ടും ഡ്രസ് ഇട്ടോണ്ട് വരാൻ പറയും. അങ്ങനെ എന്തെല്ലോ മണ്ടത്തരം എന്താണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇതെല്ലാം ഏകദേശം ഇന്നത്തെ എല്ലാം ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. എഡിറ്റ് ചെയ്യുമ്പോഴാണ് മാസ്റ്ററിന് തിരിയുന്നത് എവിടെ പോയി എന്ത് സംഭവിച്ചു. ഇത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലായതുകൊണ്ട് നമുക്ക് സ്ക്രീനൊന്നും അധികം നോക്കാൻ പറ്റൂല. അപ്പൊ അങ്ങനെയാണ് സംഭവം. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങക്ക് വ്ളോഗ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് നടക്കുന്ന ഓരോ കാഴ്ചകളാണ് നമ്മൾ ഓരോ വ്ളോഗിൽ നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട്. എന്നും റീലിന് വീട്ടിന്റെ അകത്ത് നിൽക്കുന്ന സീൻ എപ്പോഴും ബോറടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് പുറത്ത് വന്നെടുക്കുന്നത്. അതെ, അപ്പം നമ്മളോട് എല്ലാരും പറഞ്ഞു ഇത് നിങ്ങൾ ഒരു ദിവസം 2-3 വീഡിയോ ഒക്കെ ഇടണം എന്നൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അതിനുള്ള സാഹചര്യം ഒന്നും പറ്റത്തില്ല. എന്താ വെച്ചാൽ ഒരു ദിവസം ഒരു സ്റ്റോറി തന്നെ ആക്കാൻ വിടുന്ന പാടൊക്കെ നിങ്ങൾക്കറിയാലോ. ഒന്നാമത് നമ്മൾ രാത്രിയിൽ ഇത് കുത്തിയിരുന്ന് എഴുതി പിടിപ്പിക്കണം ഈ സംഭവങ്ങളൊക്കെ. രണ്ടാമത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിറ്റേ ദിവസം നമുക്ക് അതിനുള്ളൊരു മൈൻഡ് കിട്ടണം ഷൂട്ട് ചെയ്യാൻ വേണ്ടി വരാൻ വേണ്ടിട്ട്. അപ്പേക്ക് ഞാൻ എന്തെങ്കിലും ഇടങ്ങേറാക്കുമ്പോഴേക്ക് ആ മൈൻഡ് എല്ലാം പോകും. അത് തന്നെ, ഞാൻ എഴുതി വരുമ്പോ അല്ലെ വീഡിയോ എടുക്കാൻ വേണ്ടി വരുമ്പോഴത്തേന് കംപ്ലീറ്റ് ഇവളെന്തെങ്കിലും ഒക്കെ ചൊറ വർത്താനം പറഞ്ഞ് അത് അവിടെ. പിന്നെ ഞാനൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ടീച്ചർ അത് ചെയ്യുന്നില്ല. ആ സൊല്യൂഷനൊക്കെ ഓക്കെ, പക്ഷെ നമുക്ക് നമ്മുടെ മൈൻഡ് ഒന്ന് സെറ്റപ്പ് ആവണ്ടേ. അപ്പൊ അതാണ് ഇന്ന് റെഡി ആയി കഴിഞ്ഞപ്പോഴത്തേന്. അപ്പൊ ഇന്നത്തെ എന്താണെങ്കിലും നമ്മൾ എത്രയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കും അല്ലെ. എന്തൊക്കെയാണെങ്കിലും നമ്മൾ വീഡിയോ എടുക്കാതിരിക്കത്തില്ല. എനിവേ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അല്ലെ. കാരണം മുട്ടാൻ വെയിൽ കൊണ്ട് മടുത്ത് ഊപ്പാട് കയറ്റി 1 മണിയായി, ഫുഡ് കഴിക്കാൻ സമയമായി. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് യാത്രയാവുകയാണ്. ഇനി നേരെ വീട്ടിൽ ചെന്നിട്ട് നമ്മൾ ഇതിന്റെ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ ഈ ഒരു റീല് നമ്മൾ നാളെ എഡിറ്റ് ചെയ്തിട്ടൊക്കെ ഇടും. അപ്പൊ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കയറി കാണുക, ഷോർട്സ് കയറി കാണുക, എല്ലാം ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളെ കമന്റ് ആയിട്ട് ഇറക്കുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളെ കമന്റ് ആയിട്ട് ഉറപ്പായിട്ട് ഇടണം. അപ്പൊ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അമ്മൂട്ടി പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ വേണ്ടി നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണുന്നവരെ ബൈ. അമ്മൂട്ടിക്ക് എന്തൊരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്? എനിക്ക് പ്രശ്നമല്ല. ഞാൻ എന്തെങ്കിലും പറയുമ്പോ ടീച്ചർ അതിന്റെ കൂടെ ഇടങ്ങേറായിട്ട് കൂട്ടെ പറയുന്നത്. ഞാനൊരു സംഭവം പൂർത്തീകരിക്കാൻ ടീച്ചർ സമ്മതിക്കാത്ത അതെന്റെ വലിയ പ്രശ്നമാണ്. എന്റെ അല്ല, നിന്റെ പ്രശ്നം. ശരി, ഇവളുടെ ആ ഒരു വിഷമം ഞാൻ തീർത്തു കൊടുക്കാം. ഇനി നീ പറയുമ്പോഴത്തേനും ഞാൻ ഒരിക്കലും ഇടങ്ങേറായിട്ട് ഇടയ്ക്ക് കയറി സംസാരിക്കത്തില്ല. അതല്ലേ നീ ഉദ്ദേശിച്ച? ഇടയ്ക്ക് കയറിയത് സംസാരിക്കണം, അല്ല സംസാരിക്കാതിരിക്കില്ല. ഓക്കെ, ഇനി സംസാരിക്കില്ല. ഇനി നീ ഒരു അക്ഷരം വേണ്ടിയാ ഞാൻ വാക്കി തുറന്ന് സംസാരിക്കില്ല. എന്ത് അല്ല, ഇനി നീ സംസാരിച്ചാൽ ഞാൻ തിരിച്ചൊന്നും മറുപടി പറയില്ല.
നീ പറയണ്ടത്. ഇല്ല ഞാൻ പറയുന്നില്ല. പോരെ ഞാൻ തന്നെ പറയണം. എനിക്ക് ഭ്രാന്തായി ദൈവമേ, ഞാൻ ഇതെല്ലാം ഇട്ടിട്ട് അപ്പൊ ഇനി വരുന്ന വ്ളോഗിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഗൈസ്. അതെ നിർത്തുക. ബൈ.